കഴിഞ്ഞ ദിവസങ്ങളിൽ റീനി കളമശ്ശേരി, അത് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അവരൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അതിൻ്റെ അത് യൂട്യൂബിൽ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു ദൈവാനുഭവമാണ് അവർ പറയണത്. എന്താ പറയണത്? എനിക്ക് ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് അവർ പറയണത്, ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ മിനിമം നോളജ് എന്ന് പറയുന്നത് എന്താണ്? കൃപാസനം നിത്യതയിലേക്കുള്ളൊരു പാലമാണെന്ന്. എന്തൊക്കെ ഈ ആൾക്കാർ പറയണമെന്ന് കേട്ടോ നോക്കിയേ. അതായത് ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. എന്താണ്? ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കുറഞ്ഞ വാക്കിൽ പറയാം, കൃപാസനം നിത്യതയിലേക്കുള്ള ഒരു പാലമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈടുറ്റ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറയണത്. ഇത് ക്രിസ്ത്യാനികൾ പറയണില്ലല്ലോ ഇത് ഇങ്ങനെ. അതാണ് വിഷയം. അപ്പോൾ അതായത് അവർ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞില്ലേ, ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 10:21. ലൂക്കായുടെ സുവിശേഷം 10:21 വാക്യം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇള ഒഴുക്കി അമ്മയുടെ മടിയിരിക്കുന്ന സംഭവമല്ല. മറിച്ച് എന്താണ്? എല്ലാത്തിനും ശിശുക്കളുടെ മുമ്പിൽ എല്ലാം അത്ഭുതമായിരിക്കും, എല്ലാം ആകാംക്ഷയിരിക്കും, എല്ലാം അത്ഭുതം. അത് ദൈവത്തെ ഫ്രഷായിട്ട് കേൾക്കുന്നവർ എല്ലാത്തിനെക്കുറിച്ച് ഒരു ആകാംക്ഷയും എല്ലാം അത്ഭുതം. അടുത്തത് എന്താണ്, ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്, ഇങ്ങനെ ആകാംക്ഷയും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടവർക്ക് ആകാംക്ഷ ഉണ്ടാകും. അത് ശിശുക്കളുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പം അങ്ങനെ ഈ ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോടുള്ള വീണ്ടും ഒരു അപേക്ഷ, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന 6 നിയോഗങ്ങൾ നിങ്ങൾ മറക്കണം. 6 നിയോഗങ്ങൾ, 6 അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:12. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളില്ലേ, ഇത് നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ ഒരു ബന്ധം വരാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മിനിമം പരിപാടിയാണ്. പക്ഷെ ദൈവം ചെയ്യണതെന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ. നമുക്ക് കിട്ടുന്ന ഓഫർ എന്താ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ 14:12 അല്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാഗ്ദാനം കിട്ടിയിരിക്കുന്നത്. ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ്. ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുറഞ്ഞ വാക്കിൽ എന്താ പറയണത്? ഉടമ്പടി വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ്. അതായത് ഉടമ്പടിയുടെ വിഷയം പ്രാർത്ഥനയാണ്, പക്ഷേ അതിന് പ്രശ്നം എന്താണ്? അത് പ്രോജക്റ്റ് പ്രെയറാണ്, പദ്ധതി പ്രാർത്ഥന. ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാർത്ഥന അതിൻ്റെ അകത്തുള്ളത്, പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പദ്ധതി കൊണ്ട് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് പദ്ധതി. അപ്പോൾ അവൻ പറയുന്ന പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം, സ്നേഹം, പ്രത്യാശ വേണം, പിന്നെന്ത് വേണം? സ്നേഹം വേണം. ഇതിനൊക്കെ ഗ്രോത്ത് വേണം. അതാണ് വിഷയം. നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ്. അതിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഈ ആഴ്ച ചെയ്തതുപോലെ അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? ഒരു ഗ്രോത്ത് വേണം അവിടെ. എങ്ങനെയാണ്? എന്തൊരു ഗ്രോത്ത് വേണം? ചെയ്യുന്ന ചെയ്വനയിൽ വിശ്വാസത്തിൽ ഗ്രോത്ത്, വളർച്ച വേണം. പിന്നെന്ത് വേണം? പ്രത്യാശയിൽ വളർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്തിൽ വളർച്ച വേണം. ഇപ്പം ചെയ്യുന്ന ചെയ്യത്തിൽ
പക്ഷെ നമ്മളെ കണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ 2 പുതുക്കി 3 പുതുക്കി ഒരു വന്നിരിക്കുന്നത് ഈ ഡെഡ് ബോഡി പോലെ ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 3 പുതുക്കിയിട്ടുണ്ട്, പക്ഷെ മുമ്പുണ്ടായിരുന്ന ജീവൻ പോലെ ഇനിയിപ്പോൾ ഇല്ല. അച്ഛനെ കാണാൻ വരുന്ന പുതുക്കിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതുക്കണത് എന്തിലാണ്? സ്നേഹത്തിലാണ് പുതുക്കണത്, വിശ്വാസത്തിലാണ് പുതുക്കണത്, പ്രത്യാശയിലാണ് പുതുക്കണത്. അതനുസരിച്ച് ഒരു ഗ്രോത്ത് വന്നിരിക്കണം ശരിക്കും. ഇപ്പോൾ ഈ റിനിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. നമ്മൾ പറയണത്, എനിക്ക് ഈ വചനം കേൾക്കണമെന്ന് പറയുമ്പോഴേ ഒന്ന് നോക്കണേ, ഫസ്റ്റ് ടൈം വന്ന് ഉടമ്പടി വന്ന ആൾക്കാരാണ് പറയണത്. എന്താ പറയുക, എനിക്ക് വചനം ഇപ്പോൾ കുറച്ച് ദിവസം പുതുക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, എനിക്ക് വചനം കേൾക്കണമെന്ന് തോന്നുമ്പോൾ തൊഴുത്തിൽ നിന്ന് അഴിച്ചു വിടുന്ന ആടുകളുടെ കൊതിയാണെന്ന്. അപ്പം തൊഴുത്തിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ ആടുകളെല്ലാം കൂടി പെട്ടെന്ന്, ആട് വളർത്തുന്നവർക്ക് മനസ്സിലാവും, അവർ കലക്ക വെള്ളത്തിലേക്ക് ഓടും, പുല്ലിലേക്ക് ഓടും, എന്തൊരു ഉശിരിപ്പോടും എന്തൊരു ഇത് പോണത്. അപ്പോൾ വചനം കേൾക്കണമെന്ന് പറയുമ്പോൾ പ്രത്യേക ഉത്സാഹവും പ്രത്യേക പ്രസരിപ്പുമാണ്. അല്ലാതെ ഇനിയിപ്പോൾ ധ്യാനം കൂടണമല്ല, ഇപ്പം നമ്മൾ പറയുമോ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ഇനിയിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ ഓൺലൈനിൽ ധ്യാനം കൂടണമല്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ അളിഞ്ഞ മോന്ത വെക്കും. എന്താ പറയുക, ഇത് ഉടമ്പടി എടുക്കരുതായിരുന്നു നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് റൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിലേക്കുള്ള ഒരു ചലഞ്ചാണിത്. കാരണം നിങ്ങൾക്ക് പിറകെ വന്നവർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങളുടെ പിറകിൽ കിടന്നിരുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു ദൈവസ്നേഹത്തിലും സുവിശേഷ സാക്ഷ്യത്തിലും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലെ ഓരോ ഉടമ്പടി പുതുക്കൽ കഴിയുമ്പോൾ പുതിയ പ്രസരിപ്പ്. നിങ്ങൾക്കറിയാവില്ല, ദൈവത്തിന് പണ്ട് മുതലുള്ള ഓഫറിംഗ് ആണ് ഈ പുതിയ തൈലം എന്നൊക്കെ പറയണത്. ഓരോ പുതുക്കലിലും പുതിയ തൈലമാണ് തരണത്. അത് പുതിയ ഉടമ്പടി തൈലം എന്നല്ല പറഞ്ഞത്, പുതിയ അഭിഷേകം, പുതിയ സാധ്യതകളും പുതിയ സഹനങ്ങളെ അതിജീവിക്കാനുള്ള പുതിയ അഭിഷേകം. അത് ഓഫറുള്ളതാണ്. 92:10 എടുത്തെ സങ്കീർത്തനം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഒരു പരിപാടി എന്താണെന്ന് അറിയാവാ? നമ്മുടെ കൊമ്പ് എന്തുകൊണ്ട് എന്താണ്? പവറാണ്, ശക്തിയാണ്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ആൾക്കാരുടെ, ഇപ്പം തന്നെ സുധീറിൻ്റെ കുമാറിൻ്റെ സാക്ഷ്യം എന്താ? അയാളുടെ കൊമ്പ് ദൈവം ഇങ്ങനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തു വന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പവർ ഉയർത്തി, ശക്തി ഉയർത്തി. ദൈവത്തോട് കൂടെ നിൽക്കുന്നവൻ്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ശക്തി കൂടിക്കൊണ്ടിരിക്കാൻ കാര്യം എന്താണ്? പ്രസാദമാണ്. പ്രസാദം കിട്ടുമ്പോഴാണ്, അതായത് കൃപ കിട്ടുമ്പോഴാണ്, അനുഗ്രഹമല്ല, പവർ ഓഫ് ഗോഡ്. ശക്തി എന്ന് പറയുന്നത് എന്താണ്? ശക്തി എന്നും കൃപയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിക്ക് കൃപയെന്നും പറയും, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ശക്തി എന്നും പറയും. നമുക്ക് വേണ്ടത് അതാണ്. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 2 Corinthians 12:9 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. 2 Corinthians 12:9. 2 Corinthians 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ഉന്നം വെക്കുന്നത് ദൈവശക്തിയിലാണ്. ദൈവത്തിൻ്റെ ശക്തി ഷെയർ ചെയ്ത് വാങ്ങിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മുടെ അനന്തമാണ്. ഉടമ്പടി ഉന്നം വെക്കുന്നത് എന്തിലാണ്? ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ഒന്ന് പറഞ്ഞ ഉടമ്പടി ഉന്നം വെക്കുന്നത് എന്തിലാണ്? ദൈവത്തിൻ്റെ ശക്തി. ഇതിനാണ് കൊമ്പെന്ന് ബൈബിൾ പറയുന്നത്. അതൊരു പ്രതീകം ഉപയോഗിക്കുകയാണ്. കാരണം മൃഗത്തിൻ്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ കൊമ്പിലാണ്. കാട്ടുപോത്തിനെ കണ്ടിട്ടില്ലേ? കൊമ്പിൽ പിടിച്ച് കടുവാനെ വരെ എറിഞ്ഞു കളയും. നമ്മൾ ഈ ആനിമൽ പ്ലാന്റൊക്കെ കാണുമ്പോഴല്ലേ നമ്മളവർക്ക് ഇപ്പം ഈ കാട്ടുപോത്തിനെ സിംഹം തിന്നുവന്ന് എവിടെയിട്ട് ഇവരെ പള്ളക്കെട്ട് കുത്തിയിട്ട് ഇവരെ എറിഞ്ഞിട്ട് സിംഹം വന്ന് 4 കാല് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണ കാണാൻ താഴെ. കൊമ്പിലാണ് പവർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പവർ ഇരിക്കുന്നത് എവിടെയാണ്? മനുഷ്യൻ്റെ പവർ ഇരിക്കുന്നത് എവിടെയാണ്? കൃപയിലാണ്, ഇല്ലേ? ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം എന്നൊക്കെ പറയത്തില്ലേ? മത്സ്യങ്ങൾക്ക്
അല്ല, കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം പഴയ നീതിസാരത്തിലുള്ളതാണ്. എന്താണ് കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം അല്ലേ? മത്സ്യത്തിന് വെള്ളം ബലം, പക്ഷിക്ക് ആകാശം ബലം, ദൈവ പൈതലിന് കൃപബലം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ പേര് മീക, ഞാൻ വരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ്. ഞാനിത് 2ാമത്തെ തവണയാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. അത് എൻ്റെ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ തവണ. ഒരിക്കൽ കൂടി മാതാവിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എനിക്കുണ്ടായ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടബാധകളുണ്ടായിരുന്നു. അതായത് എൻ്റെ മാരേജിന് വേണ്ടി വീട്ടുകാരെടുത്ത് ഒരു 10 ലക്ഷം രൂപ ഒരു ഓഡി ആയിട്ടാണ് എടുത്തിരുന്നത്. ഞങ്ങൾക്ക് ബിസിനസ്സായിരുന്നു. അതിൻ്റെ ആവശ്യമെന്ന രീതിയിൽ നമ്മളൊരു ഓഡി എടുത്തിരുന്നു. അപ്രത്യക്ഷമായിട്ട് ഡാഡിക്ക് ലിവർ സിറോസിസ്, അത് എൻ്റെ ഡാഡിക്ക് ലിവർ സിറോസിസ് വന്ന് കഴിഞ്ഞ 2022 ഏപ്രിൽ 5 ഡാഡി ഞങ്ങളോട് വിട പറഞ്ഞു. അതുമായിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അങ്ങനെ അത് നമുക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഡാഡി മരിച്ച് അതിന് വേണ്ടി പ്രോസസ്സിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇൻഷുറൻസ് റിന്യൂ ചെയ്തിരുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് റിമൈൻഡർ അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ലാഗ് വന്നാൽ നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട്, അങ്ങനെ ഓരോ തവണ നമ്മൾ ബാങ്കിൽ ചെന്ന് ഇറങ്ങുമ്പോഴും അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുകൊണ്ട് അത് നീങ്ങി പോയിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ജൂലൈ 2022 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് വേണ്ടി കുടുംബക്കാരെടുത്ത ഒരു ബാധ്യത, ഞാനായിട്ട് അത് മുന്നോട്ട് പോകേണ്ടി വരുന്നല്ലോ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനും പലപ്പോഴായിട്ടും അവിടെ ഇപ്പം പോകേണ്ടി വന്നിട്ടുണ്ട്, ബാങ്കുകളിലും മറ്റേതൊക്കെ ആയിട്ട് ഓരോരുത്തരെയും മാനേജറിനെയും മറ്റേനും കാണാൻ. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൈ ഒഴിയുമായിരുന്നു. ഞാൻ പിന്നീട് ഉടമ്പടി എടുത്ത് ആദ്യം യോഗം വെച്ചത് ഇതായിരുന്നു, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ എന്നുള്ളത്. അപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരുന്നത് ഞങ്ങൾ വീട് തന്നെയായിരുന്നു. അപ്പോൾ അത് വിറ്റിട്ട് കടം വീട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതുകൂടാതെ ഞങ്ങൾക്ക് ബിസിനസ്സായിരുന്നു, ബോട്ടിൻ്റെ സ്പെയർ പാർട്സ് കടയാണ്. അപ്പോൾ അവിടെ വന്നിരുന്ന, അതായത് ഡാഡിയുടെ ട്രീറ്റ്മെൻറ്റും കാണുകയായിരുന്നു, നമുക്ക് ഒരുപാട് ചിലവും വന്നുകൊണ്ട് കടം മര്യാദയ്ക്ക് തുറക്കാൻ പറ്റാതെയും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെയും ഒരുപാട് കടബാധകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞാണ്, അനിയൻ പഠിക്കുകയായിരുന്നു ഡാഡി മരിക്കുന്ന സമയത്ത്. മമ്മി ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ മാനേജ് ചെയ്യാന്നുള്ളതും പിന്നെ കട മുന്നോട്ട് പോവുക, പലരും ചോദിച്ചിരുന്നത് സ്റ്റോപ്പ് ചെയ്തുകൂടെ, എങ്ങനെ മുന്നോട്ട് പോവും, അങ്ങനെ പല രീതിയിലും ഒരു ആൺതുണ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ മമ്മിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയുന്നു, മാതാവിനെ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോരുന്ന ആ ഒരു ബലം എൻ്റെ മമ്മിക്ക് കൊടുക്കണമേ എന്നൊരു നിയോഗം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മമ്മി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറയും, എനിക്ക് പറ്റുന്നില്ല, ഇങ്ങനെ പോയാൽ ഞാൻ മുന്നോട്ട് പോകില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മമ്മി അടുത്ത് പറയും, മമ്മി അങ്ങനെ ഒന്നും പറയല്ലേ, കാരണം മാതാവ് നമ്മൾ കൂടെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം മാതാവ് കാണിച്ചു തരില്ല എന്നുള്ളത് എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഓരോ ദിവസങ്ങളും മമ്മി ഓരോ വഴികൾ അടയുമ്പോഴും മമ്മി പറയും, എനിക്ക് അറിഞ്ഞൂടാ, പലപ്പോഴും പലരും വന്നിട്ട് ആ പൈസ തരാനുണ്ട്, ഈ പൈസ തരാനും, മമ്മി പറയും നാളെ തരാം, മറ്റൊന്ന് തരാം, ഇങ്ങനെ നീണ്ടു പോകാമെന്നല്ലാതെ പിന്നീട് കുടുംബക്കാരല്ലാതെ, അതായത് നമ്മൾ പോലും അറിയാതെ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നീട് നമുക്ക് ആശ്വാസവാക്കുകളായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം, നമ്മൾ സഹായിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പതിയെ മമ്മി ഓരോ കടങ്ങളും കടയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് നമ്മൾ പതുക്കെ വീട്ടാൻ തുടങ്ങി. അപ്പോഴും ഒരു ക്രൈസിസ് നമുക്ക് ഉണ്ടായിരുന്നത്, ഈ ലോൺ മുന്നോട്ട് പോവുമായിരുന്നു. ഇനി നമുക്കിത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടാമെന്നല്ലാതെ ഒരു വർഷത്തോളം ഞങ്ങൾ ഇൻട്രസ്റ്റ് മാത്രം അടച്ചടച്ച് പോയി. കാരണം നമുക്കിത് അടയ്ക്കാനോ അതിലേക്ക് നമുക്ക് കുറച്ച് എമൗണ്ട് ഇട്ട് വീണ്ടും ആ എമൗണ്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് ആയിട്ട്, നമ്മൾ ഇടിച്ച എമൗണ്ട് തന്നെ വീണ്ടും ഇൻട്രസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി. ഓരോ തവണ 2 തവണ അവിടുത്തെ മാനേജർമാർ ഓരോ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ മാറിയെങ്കിലും നമുക്ക് ഓരോരുത്തരെയും മാറി കാണാമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ അവസാനം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് മമ്മിയുടെ പേരിലേക്ക്, ഒരാളുടെ പേരിൽ നിന്നുള്ളത് മമ്മിയുടെ പേരിലേക്ക് ആറ്റിക്കഴിഞ്ഞാലും അങ്ങനെയെങ്കിലും കുറച്ച് മാറ്റം വരുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേപ്പർ കാര്യങ്ങൾ മൂവ് ചെയ്തു. പക്ഷേ ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായത്, ഞാൻ പലപ്പോഴും ഉടമ്പടിയിൽ ഉഴപ്പിയിരുന്നു. അത് കാരണം പ്രാർത്ഥന 5:30 എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ ഞാൻ റെഗുലറായിട്ട് ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ കുറവ് കൊണ്ടാണ് ലാഗ് ആവണേ എന്നുള്ളത്. പിന്നീട് കഴിഞ്ഞ നവംബറിൽ ഞാനും മമ്മിയും കൂടി വീണ്ടും ഒരിക്കൽ കൂടി അവസാനം കളിയില്ലാതെ വീണ്ടും ഫെഡറൽ ബാങ്കിൻ്റെ റീജിയൽ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവർ അവസാനം ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ കരഞ്ഞ് 2 പേര് ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് ഓഫീസിൽ വെതറി കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്. പിന്നെ ലോക്കറ്റ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളും സംസാരിക്കുമ്പോഴും
മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയിരുന്നത്. എന്നിട്ട് ആ മാനേജർ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ലോൺ കൂടാതെ തന്നെ നമുക്ക് കൊറോണ ലോണിൻ്റെ ഒരു ലോണും കൂടി ഉണ്ടായിരുന്നു, ഒരു 1.5 ലക്ഷം രൂപ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മൊത്തം 10 ലക്ഷമായിരുന്നു നമുക്ക് മൊത്തം കടമായിട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിരുന്നു നമ്മുടെ വീടും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ 10 ലക്ഷത്തിന് താഴെയുള്ള ലോണുകൾക്കെല്ലാം ഇപ്പം നമുക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ട. അപ്പം നമുക്ക് ആ കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചിരുന്ന നമുക്ക് വീടിൻ്റെ ഇത് ആധാരം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അതും കുറേ നാളായിട്ട് ലാഗാവുന്നല്ല, നീണ്ടു പോവുമായിരുന്നു. അവസാനം ഞങ്ങൾ പോയി കണ്ട ഇദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് തരാം. അതായത് റിന്യൂ ചെയ്യുമ്പോൾ എമൗണ്ട് നമുക്ക് ഇതുവരെ അടയ്ക്കാനുള്ള എമൗണ്ട് മൊത്തമായിട്ട് അടച്ച്, അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് മൊത്തം 10 എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു 8-8 ആയിട്ട് നമുക്ക് കുറയും. അപ്പം നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് എമൗണ്ട് കുറഞ്ഞ് കിട്ടും, നമുക്ക് അങ്ങനെ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ജൂൺ ജൂലൈ ആ സമയത്താണ് പോയി കണ്ടു. ഞങ്ങൾക്ക് അത് ചെയ്തു തന്നു. കുറേ നടന്ന അവസാനം ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ പേയിൽ, അതായത് മമ്മിയുടെ പേരിലേക്കായിട്ട് മാറ്റി തന്നു. വീണ്ടും അവൾ പറഞ്ഞു, ഇൻട്രസ്റ്റ് കുറയാനായിട്ട് വലിയ ചാൻസ് ഒന്നും ഇല്ല, എന്നാലും നിങ്ങൾ ട്രാൻസാക്ഷൻസ് നടക്കും, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഇതുവരെ ഞങ്ങൾക്ക് അതിന് ശേഷവും നമുക്ക് ഇതുവരെ നമ്മുടെ കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചിരുന്ന ആധാരം തിരിച്ചു തന്നിരുന്നില്ല. അതിനുമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഒടുവിൽ ഞങ്ങൾ ഡിസംബർ 15-ാം തീയതി ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണ്, മാതാവിനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് 15-ാം തീയതി തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മാതാവിൻ്റെ ലോക്കറ്റായിട്ട് ഞങ്ങൾ പോയിരുന്നത്, ഒരു കുഴപ്പമില്ലാതെ. അപ്പം അന്ന് അവർ പറഞ്ഞ റീസൺ അനിയൻ സാക്ഷിയായിട്ട് നിന്നു. അപ്പോൾ അനിയൻ്റെ ഒപ്പില്ലാതെ തരില്ല, അങ്ങനെ ഇങ്ങനെ കുറേ നിയമങ്ങൾ പറഞ്ഞു. അവസാനം എങ്ങനെയൊക്കെയോ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ആ ആധാരം തിരിച്ച് കിട്ടി. അങ്ങനെ ഒരു ഇളവ് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, കടയിലുണ്ടായിരുന്ന മൊത്തമായിട്ട് മാറ്റില്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ഇൻക്രിമെൻറ്റുകൾ ഓരോ കാര്യങ്ങളായിട്ട് ഇൻക്രീസായിട്ട് വന്നിട്ടുണ്ട്. അതിന് മാതാവിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ജോലി. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സെൻറ്ററിലായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളായിരിക്കും. ഡോക്യുമെൻറ്റ് സെൻറ്ററിലായാലും ചിലപ്പോൾ സൺഡേ വർക്ക് ചെയ്യേണ്ടി വരും, അങ്ങനത്തെയൊക്കെ ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, മാതാവ് എനിക്കൊരു റെഗുലറായിട്ട് പള്ളിയിൽ പോകാൻ, അതുപോലെ ഞാൻ പലപ്പോഴും അത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അത് പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറയുമായിരുന്നു അതിലുള്ള അവസരം. പിന്നെ അതേപോലെ ചെറിയൊരു ഇൻക്രിമെൻറ്റ് എനിക്ക് ഫാമിലിയായിട്ട് നിൽക്കാൻ കിട്ടുന്ന ആകെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, അതുപോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്കൊരു റിലേറ്റീവ് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, നീ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്യൂമേ അയച്ചു. ആ റെസ്യൂമേ അയച്ചതും ഒരു മിറക്കിളാണ്. കാരണം രാത്രി 2-2:30 ആകുമ്പോൾ എനിക്കെന്തോ ഉറക്കം വന്നില്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാം, മാതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, മാതാവിന് സമർപ്പിച്ച് ഞാൻ ചെയ്യുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് റെസ്യൂമേ അയച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കോൾ ചെയ്തു. ഇൻ്റർവ്യൂ കോളായിരുന്നു. നമുക്ക് ഇന്ന ദിവസം എനിക്ക് ഓഫുള്ള അതേ സെയിം ഡേ തന്നെ അവരെന്നെ വിളിച്ചു ഇൻ്റർവ്യൂവിനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു മാസത്തോളം ഇവിടെ നോട്ടീസ് പീരീഡ് ഉണ്ട്. ആ നോട്ടീസ് പീരീഡ് കഴിയാതെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതൊക്കെ അംഗീകരിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാലറിയിൽ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു ജോലി തന്നെ എനിക്ക് കിട്ടുമോ എന്നൊക്കെ മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ ലോക്കറ്റും കൈ പിടിച്ച് ഞാൻ പോയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കൊരു പിടുത്തമില്ല, മാതാവ് ആയിരിക്കണോട്ടോ എനിക്ക് ആ ഇൻ്റർവ്യൂ എടുക്കേണ്ടത്, മാതാവ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാതാവിൻ്റെ പോലെ തന്നെ ഒരു തേജസ്സുള്ള ഒരു മേഡം ഉണ്ടായിരുന്നു, ഒരു സാറും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് തന്നെയാണ് എൻ്റെ ഒപ്പം അന്ന് ഉണ്ടായിരുന്നത്. അവരെന്നടുത്ത് എൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. റെഗുലറായിട്ട് നോർമൽ കോമൺ ടോക്കായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു അവരുടെ നോട്ടീസ് പീരീഡും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ശ്രമിച്ച് നോക്കൂ, ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നോട്ടീസ് പീരീഡുകളെല്ലാം കവർ ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ ഒരു സാലറി 6 മാസത്തിനുള്ളിൽ അവർ ഇൻക്രിമെൻറ്റ് തരാമെന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യൂ. ഒരു എമൗണ്ട് അവർ പറഞ്ഞു. ഓഫർ ലെറ്റർ കിട്ടി, ഞാൻ ജോയിൻ ചെയ്തു. ഒരു 3-4 മാസം കഴിഞ്ഞിട്ടും എനിക്ക് വലിയ ഇൻക്രിമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ മുന്നോട്ട് പോകണം. എൻ്റെ അടുത്ത് പറഞ്ഞ കാലാവധിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് ഇൻക്രിമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീണ്ടും ഞാൻ എന്തൊക്കെ കുറവ് വരുത്തിയിട്ടുണ്ടോ, എന്താ എനിക്ക് ഇങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊക്കെ ഒരു വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് നാട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കരുണാലയം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വയ്യാത്ത ആൾക്കാർ, അമ്മമാരാണ് അവിടെയുള്ള, അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവരായിട്ട് അവർക്ക് വേണ്ട എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചു. അവരായിട്ട് ജസ്റ്റ് മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് പറ്റിയിരുന്നില്ല ആ പ്രാവശ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് എൻ്റെ കുറവ്, എനിക്ക് തെറ്റ് പറ്റിയതെന്നുള്ളത്. അങ്ങനെ ഞാൻ പോയി ചെയ്തു. അവരെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു സൺഡേ ഞാൻ കഴിഞ്ഞ് വന്ന്
പിറ്റേ തിങ്കളാഴ്ച എൻ്റെ അടുത്ത് ഓഫീസിൽ നിന്ന് സാറ് പറയാണ്, നിങ്ങൾക്ക് ഇനി ഇൻക്രിമെൻ്റ് ആണ്, നിങ്ങൾക്ക് സാലറി കൂടിയിരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. മാതാവിനോട് ഞാൻ എവിടെയാണോ എനിക്ക് കുറവ് വരുന്നത് അപ്പോഴൊക്കെ മാതാവ് എനിക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിനോട് ഞാൻ ഇപ്പോഴും മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്ന് എനിക്ക് കിട്ടിയ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഒരു കടബാധകളുടെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ അന്യൻ അതായത് അവനെ പ്ലേസ്മെൻറ്റ് ജോലി കഴിഞ്ഞ് ഡാഡി മരിക്കുന്ന സമയത്ത് അവൻ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക്, ഞാൻ മാരേജ് കഴിഞ്ഞാണ് അവൻ അവിടെ, മമ്മി ഒറ്റയ്ക്കാണ്, മമ്മിക്ക് ആരും ഒരു അത്യാവശ്യം വിളിച്ചാൽ പോലും വരാനില്ല, അവനൊരു നാട്ടിലൊരു ജോലി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. പക്ഷേ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവൻ്റെ ജോലി പോവും, പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവന് 6 മാസത്തിന് അവിടെ ജോയിൻ ചെയ്തിട്ട് 6 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെക്ക് കൊടുത്തിട്ടായിരുന്നു, ചെക്ക് നമുക്ക് ഗ്യാരണ്ടി ചെക്ക് കൊടുക്കേണ്ട കാലാവധി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവിടെ രണ്ടും കൽപ്പിച്ച് അവൻ നാട്ടിലേക്ക് വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. മാതാവ് ഓക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അന്ന് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മമ്മി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ ലോക്കറ്റ്, മാതാവിൻ്റെ ലോക്കറ്റ് അവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ. അത്ഭുതം എന്ന് പറയട്ടെ, അവൻ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് അവൻ ലോക്കറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ആളടുത്ത് അവനോട് തിരിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ്, മാതാവിൻ്റെ ലോക്കറ്റ് അവർ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയാം, നമ്മൾക്ക് മാതാവിൻ്റെ ആൾക്കാരാണല്ലോ ഇതും വേണ്ട അവൻ്റെ അടുത്ത് ചോദിച്ചു തോന്നുന്നത്. അപ്പോൾ അവൻ തന്നെ പറയാം, അവൻ എന്നെ മിറക്കിളായിരുന്നു. കാരണം അവൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചോദ്യങ്ങൾ അവൻ എങ്ങനെ പറഞ്ഞതെന്നുള്ളത് അവന് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, അതൊക്കെ അവന് സിമ്പിളായിട്ട് പറഞ്ഞു. എല്ലാം പറഞ്ഞത് മാതാവാണെന്ന് അവനെ കുറിച്ച് വിശ്വസിച്ചു. അപ്പോൾ അവൻ മാതാവിനോട് അടുക്കാൻ ഒരു അവസരം കിട്ടി. ഒപ്പം സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അവൻ ആ ജോലി കിട്ടുകയും ചെയ്തു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, അവൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു 6 മാസം കഴിഞ്ഞ് ഇൻക്രിമെൻ്റ് അവരുടെ അടുത്തും പറഞ്ഞു, പക്ഷേ കിട്ടിയിരുന്നില്ല. അപ്പം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തു, 6 മാസത്തിനുള്ളിൽ അവൻ ഇൻക്രിമെൻ്റ് ആയിരിക്കും, പെർമനൻറ്റ് സ്റ്റാഫായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അവർ ഇൻഫോം ചെയ്തു. അതൊരു സാക്ഷ്യമായിരുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് അദ്ദേഹം പലപ്പോഴായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുകയാണ്, നമുക്കിങ്ങനെ പാർട്ട്ണർഷിപ്പിന് ഒരു കമ്പനി തുടങ്ങിയാലോ. അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളെപ്പോഴൊക്കെ മാതാവിനോട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും മാതാവ് നടത്തി തരുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ 2022 ജനുവരി 27 ഐശ്വര്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ കമ്പനി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 27 1 വർഷമായി. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര ദേഷ്യക്കാരി. എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ എന്താണോ എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ അത് വെട്ടിത്തുറന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ്. അത് ആരാടുന്നോ എങ്ങനെയാണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. ചിലപ്പോൾ മോളുടെ അടുത്താവാം, ചിലപ്പോൾ ഹസ്ബൻഡ് അടുത്താവാം, മാതാപിതാക്കളോടാവാം. ഞാനത് പലപ്പോഴും കുമ്പസാരത്തിൽ പറയുമായിരുന്നു. അപ്പോൾ അച്ഛൻ തന്നെ പറയും, നമ്മൾ വിചാരിക്കണം അത് മാറ്റണം എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ കുറേയൊക്കെ ശ്രമിച്ചെങ്കിലും പിന്നീടും എനിക്കത് വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്ന പോലെ തോന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് കഴിഞ്ഞ പ്രാവശ്യം കുമ്പസാരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്തൊന്നും എനിക്ക് അറിഞ്ഞില്ല, മാതാവിനെ സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ, വീണ്ടും എനിക്ക് ആ സ്വഭാവം വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നല്, മാതാവ് എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാനതേപോലെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും സർവശക്തിയുടെ പിതാവേയും സ്വർഗ്ഗസ്വനായ പിതാവേയും കന്യാമറിയമേയും എല്ലാം എപ്പോഴും ചൊല്ലുമായിരുന്നു. ഒരിക്കൽ പോലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ജീവിതത്തിൽ. കുറച്ചൊക്കെ എനിക്ക് ക്ഷമിക്കാനും കാര്യങ്ങളൊക്കെ ഇല്ല, പൂർണ്ണമായിട്ടും ഞാൻ മാറിയെന്ന് പറയില്ല, എന്തായാലും എനിക്ക് കുറച്ചൊക്കെ ക്ഷമിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ മാതാവ് ചെയ്തു തന്ന വലിയ വലിയ കാര്യങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതേപോലെ എന്താ പറയുക, ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ. പിന്നെ അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഓഫീസിൽ ഞാൻ പറഞ്ഞില്ല, പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് എനിക്ക് എങ്ങനെ ചെയ്യുക എന്താ ചെയ്യാമെന്ന് അറിയാത്ത അവസ്ഥകളിൽ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എനിക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടു, മാതാവിനെ അനുഭവിച്ചു. അപ്പം തന്നെ എനിക്ക് മാതാവ് റിപ്ലൈ ആയിട്ട് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിംഗ് ടോൺ ആയിട്ടോ അങ്ങനെ ഓരോ പ്രാവശ്യവും എനിക്ക് മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ റിപ്പോർട്ടും കാണാൻ ഞാൻ ചെയ്യുമ്പോൾ മാതാവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും, മാതാവ് ഇത് കാത്തോളം എനിക്ക് അറിയില്ല, ഞാൻ എന്ത് ചെയ്താലും ഇത് എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ് ഞാനിവിടെ നിലനിന്ന് പോകുന്നത്. ആ ഉത്തമ ബോധത്തോടെയാണ് ഞാൻ അയക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഓരോ റിപ്പോർട്ട് ഞാൻ സെൻഡ് ചെയ്യുക. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല ഭംഗിയിൽ നടന്നു പോയിട്ടുണ്ട്. പിന്നീട് ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു റിലേറ്റീവിനെ കഴിഞ്ഞ മാസമായിട്ട് അദ്ദേഹത്തിന് സ്ട്രോക്ക് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാനില്ല, ഒരു ഭാഗം ആകെ തളർന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മമ്മി പറഞ്ഞു
ഒന്ന് രക്ഷയില്ലെന്ന് പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവിനോട് പ്രാർത്ഥിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞങ്ങളന്ന് ഫുള്ള് പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഓഫീസിലായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ മിറാക്കിൾ എന്ന് പറയട്ടെ, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മാതാവിൻ്റെ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നതുമായിട്ട് ആക്കുകയൊക്കെ ചെയ്തുമായിരുന്നു. പിന്നെ എണ്ണ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. മാതാവിൻ്റെ അനുഭവം തന്നെ പറയട്ടെ, ആൾക്കൊരു ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സ്വന്തമായിട്ട് നടക്കുന്നു, വർത്തമാനം പറയുന്നു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ട് മറ്റൊരു കാര്യം വരുന്നു, ഒരു വീട്, അതായത് ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറയുന്നത് 40 വർഷമായിട്ട് പഴയൊരു വീടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന കാലം തൊട്ട് എപ്പോഴും ചോർച്ചയും കാര്യങ്ങളൊക്കെ. ഇപ്പം എൻ്റെ അടിക്ക് പോലും ഡാഡി ഉണ്ടായിരുന്ന സമയത്ത് പോലും ദൈവമേ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വിഷമിക്കുമായിരുന്നു. അപ്പോൾ ഞാനും പറയുമായിരുന്നു, മാതാവേ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ കാരണം അല്ലെങ്കിൽ അവർ കാരണം മറ്റുള്ളവർ വേദനിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമായിരുന്നു. കാരണം അവിടുത്തെ പപ്പയും അമ്മയൊക്കെ ഭയങ്കര പ്രായമുള്ള, കണ്ണിന് ബുദ്ധിമുട്ടുള്ളതാണ് അമ്മയ്ക്ക്. അപ്പോൾ എന്തെങ്കിലും വെള്ളം കാരണം വീണ് കഴിഞ്ഞാൽ അറിയില്ല, വീഴും, പിന്നെ അതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് ഒരു വഴി കാണിച്ചു തന്നെ. അതും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ജനുവരി ഞങ്ങളൊരു ലോണിൽ അപ്ലൈ ചെയ്തു, അത് അപ്രൂവലായി. ഞങ്ങളിപ്പോൾ പറഞ്ഞിരുന്ന മാതാവെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ചെറിയൊരു അറ്റകുറ്റപ്പണി ഓട് മാറ്റി വറക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ലോൺ പാസ്സായി, ഓരോ കാര്യങ്ങളും മുന്നോട്ട് നടന്നു. 3 മാസം കൊണ്ട് നടക്കേണ്ടത് 3 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് കയറുന്ന, പുതിയ വീട്ടിലേക്ക് കയറുന്നതാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴും എൻ്റെ ഒരു ചെറിയ തെറ്റുകൊണ്ട് തന്നെ ഞാൻ എവിടേക്കോ ഉഴപ്പി, നമസ്കാരങ്ങളിലോ അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കാതെയോ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ലാഗ് വന്നു. അപ്പോൾ മാതാവും അത് ലേറ്റാക്കി. എന്നിരുന്നാലും ഞാനത് തിരുത്തി മനസ്സിലാക്കിയപ്പോൾ മാതാവ് എനിക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ തന്നെ തന്നത്. കഴിഞ്ഞ ജൂലൈ മാസം തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ ആ പുതിയ വീട്ടിലേക്ക്, മാതാവിൻ്റെ കരം പിടിച്ച് ഞങ്ങൾ ആ പുതിയ വീട്ടിലേക്ക് മാതാവ് തന്ന ഒരു വരദാനമായിട്ട് വിശ്വസിച്ച് ഞങ്ങളവിടെ കയറി. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയൊക്കെ ലാഗാവുമെന്ന് തോന്നുന്നു അത് മാതാവ് തന്നെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് പലപ്പോഴും. അതാണ് വേറെ വിശ്വാസം, വേറെ അനുഭവം എന്ന് പറയും. പിന്നെ പേപ്പർ കൊടുക്കുന്നത്, പത്രം കൊടുക്കുന്നത്, അതെനിക്കൊരു ഭയങ്കരമായിട്ടൊരു അനുഭവം ഉണ്ടായി. കാരണം ഞാനൊരു പ്രാവശ്യം പേപ്പർ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കളമശ്ശേരി, ഞാൻ എപ്പോഴും ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്താണ് കൂടുതൽ പേപ്പർ കൊടുക്കാറ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് മുഖത്തേക്ക് പേപ്പർ വലിച്ചെറിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ പറയാം. എന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക് എന്നുള്ള ചോദിച്ചു. എനിക്ക് ഭയങ്കര വിഷമമായി അത്. മാതാവിൻ്റെ ആണോ ഇങ്ങനെ പറയുന്നത്, എനിക്ക് എന്തെന്നാ പറയാമെന്ന്, എനിക്കൊന്നും സങ്കടമാണോ എന്തെന്നാ പറയാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ആ പേപ്പർ വാങ്ങിച്ച് തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വേറെ ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ആദ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് മാതാവിനോട് ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്താ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നെ. പിന്നീട് ഞാൻ ഓരോ പ്രാവശ്യം പേപ്പർ കൊടുക്കുമ്പോഴും അച്ഛൻ പറയണ പോലെ സർവശക്തനായ പിതാവ് ചൊല്ലി അവർക്ക് അനുഗ്രഹിക്കണമെന്നാണ് എനിക്ക് യഥാർത്ഥ കൈകളിൽ തന്നെ ഇത് എത്രമേ എന്ന് പ്രാർത്ഥിച്ചാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ രാവിലെ, പിന്നെ അപ്പുറം ഞാൻ കൊടുത്തിരുന്നത് വൈകിട്ടായിരുന്നു. ഇപ്പം എനിക്ക് വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഓഫീസിലേക്ക് പോകുന്നതും ഓരോ ദിവസത്തെ തിരക്കുകളിലേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇനി 2 കരങ്ങൾ നീട്ടിയാണ് അവർ ഓരോരുത്തരും വാങ്ങുന്നത്. കൃപാസന മാതാവിൻ്റെ പത്രമാണോ തരുമോളെ, എനിക്ക് വായിക്കണം, അങ്ങനെ പറഞ്ഞ് വാങ്ങുന്ന ഒരുപാട് പേരുകൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമായി നിറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഓരോ വചനങ്ങളും, അതേപോലെ ഓരോ പ്രാവശ്യം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിലാപങ്ങൾ 23 തൊട്ട് 27 പറഞ്ഞ വചനങ്ങൾ അതെപ്പോഴും എനിക്ക് സ്നേഹിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉറവിടമായിട്ടുള്ള കർത്താവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര പ്രത്യാശയോടെ എത്ര വൈകിയാലും ദൈവം നമ്മൾ കൈവിടില്ല എന്നുള്ളൊരു വചനമാണ് അതിൽ പറയുന്നത്. ആ ഒരു വചനത്തിൽ തന്നെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയതിന് ഫലമായിട്ട് എനിക്ക് ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. കോടാനുകോടി നന്ദി പറയുന്നു മാതാവേ ഉമ്മ.